വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബോളിവുഡിലെ എക്കാലത്തെയും ചർച്ചാ വിഷയമാണ് ഐശ്വര്യ റോയും സൽമാൻ ഖാനും തമ്മിലുണ്ടായിരുന്ന പ്രണയം. സൽമാൻ ഖാനുമായുള്ള പ്രണയ തകർച്ചയ്ക്കും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. എന്നാൽ ഇപ്പോഴും ഐശ്വര്യ സൽമാൻ ഖാൻ പ്രണയ കഥ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലത്ത് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രണയ ജോഡിയായിരുന്നു സൽമാനും ഐശ്വര്യയും. എന്നാൽ സൽമാൻ ഖാന്റെ നിരന്തരമായ മർദ്ദനവും പീഡനവും സഹിക്കാനാകാതെയാണ് ഐശ്വര്യ ആ പ്രണയ ബന്ധം അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഒരിക്കലും ഐശ്വര്യ സൽമാൻ ഖാനൊപ്പം അഭിനയിക്കുകയോ ഒരുമിച്ചൊരു വേദി പങ്കിടുകയോ പോലും ചെയ്തിട്ടില്ല. ഐശ്വര്യ വിവാഹം കഴിക്കുകയും അമ്മയാവുകയും ചെയ്തുവെങ്കിലും 58-ാം വയസ്സിലും സൽമാൻ ഖാൻ അവിവാഹിതനാണ്. മുൻപൊരിക്കൽ ഹം ദിൽ ദേ ചുക്കെ സനത്തിന്റെ ചിത്രീകരണത്തിന്റെ സമയത്തുള്ള സൽമാന്റെയും ഐശ്വര്യയുടെയും പ്രണയത്തെക്കുറിച്ചുള്ള സ്മിത ജേക്കറുടെ വാക്കുകൾ ചർച്ചയായിരുന്നു. ഇരുവരുടെയും ഓഫ് സ്ക്രീൻ പ്രണയമാണ് ഓൺ സ്ക്രീൻ കെമിസ്ട്രിയുടെ രഹസ്യമെന്നാണ് നടി പറയുന്നത്. അവരുടെ പ്രണയം ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചാണ് അത് മൊട്ടിട്ടതും വിരിഞ്ഞതും. അത് കാണാനുണ്ടായിരുന്നു. സിനിമയ്ക്ക് അത് ഉപകരിക്കുകയും ചെയ്തു. ആങ്കോം കി ഗുസ്താക്കിയ എന്ന പാട്ടിൽ ഒരു രംഗമുണ്ടായിരുന്നു. ആഷ് അടുത്തു നിൽക്കുമ്പോൾ സൽമാൻ അവളുടെ ചുറ്റും നടക്കണം. ഈ സമയം സഞ്ജയ് പോയി അവളെ തൊട്ടു. നിങ്ങൾ എന്തിനാണ് സഞ്ജയ് സാർ അവളെ തൊട്ടത്? അത് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് സൽമാൻ പറഞ്ഞു. പുതിയ പ്രണയമായിരുന്നു അത്. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കും. ഞങ്ങൾ അവരെ നോക്കിയിരിക്കുമായിരുന്നു എന്നാണ് സ്മിത പറഞ്ഞത്. ചിത്രത്തിൽ ഐശ്വര്യ റോയുടെ അമ്മ വേഷത്തിലാണ് സ്മിത അഭിനയിച്ചത്. ഐശ്വര്യയുമായി തനിക്ക് വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും സ്മിത പറയുന്നുണ്ട്. ഷൂട്ട് കഴിയുമ്പോൾ തങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമായിരുന്നുവെന്നും സ്മിത പറയുന്നുണ്ട്. അക്കാലത്ത് ഐശ്വര്യ തുടക്കക്കാരിയായിരുന്നുവെങ്കിൽ സെറ്റിൽ എല്ലാവരോടും സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും സ്മിത പറയുന്നുണ്ട്. ഷൂട്ടിന് ശേഷം ഞാനും ഐശ്വര്യയും ഒരുമിച്ച് സംസാരിക്കുമായിരുന്നു. മിസ് വേൾഡ് ആയിരുന്നുവെങ്കിലും അക്കാലത്ത് അവൾ സിനിമയിൽ വലിയ താരമായിരുന്നില്ല. ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. എനിക്ക് ആ വേഷം തന്നതിൽ സഞ്ജയ് ലീല ബൻസാലിയോട് ഞാൻ നന്ദി പറയുന്നു എന്നാണ് സ്മിത പറഞ്ഞത്. അതേസമയം തീർത്തും നാടകീയമായിരുന്നു സൽമാന്റെയും ഐശ്വര്യയുടെയും പ്രണയ തകർച്ച. സൽമാനെതിരെ ഐശ്വര്യ ഗാർഹിക പീഡനത്തിന് കേസ് നൽകുകയും ഇനി ഒരിക്കലും സൽമാനൊപ്പം അഭിനയിക്കുകയില്ലെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. ഐശ്വര്യയെ സൽമാൻ ഖാൻ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. ഐശ്വര്യയുടെ വീടിനു മുൻപിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കിയതിന് താരത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം മറികടന്ന് തങ്ങളുടെ സ്വന്തം ജീവിതങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഐശ്വര്യയും സൽമാനും. അതേസമയം സൽമാൻ ഖാനുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് 2002-ൽ ഐശ്വര്യ റോയ് തുറന്ന് സംസാരിച്ചിരുന്നു. സൽമാൻ ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങളാണ് താൻ പ്രണയം അവസാനിപ്പിക്കാനുണ്ടായ കാരണമെന്നാണ് ഐശ്വര്യ റോയ് പറഞ്ഞത്. അവന്റെ മദ്യപാനശീലം ഏറ്റവും മോശം അവസ്ഥയിലെത്തിയപ്പോഴും എല്ലാം സഹിച്ച് ഞാൻ കൂടെ നിന്നു. പകരം എനിക്ക് കിട്ടിയതിന് ശാരീരികവും മാനസികവുമായ പീഡനവും അപമാനവുമാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. അവന്റെ കോളുകൾ എടുക്കാതെ വന്നപ്പോൾ സൽമാൻ എന്നെ പിന്തുടരുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ ഞാൻ അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നായിരുന്നു ഐശ്വര്യ റോയ് പറഞ്ഞത്. ഇനിയൊരിക്കലും സൽമാൻ ഖാനൊപ്പം താൻ അഭിനയിക്കില്ലെന്ന് പത്രക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഐശ്വര്യ റോയ്.